പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് മാത്സിലെ അവസാനത്തെ ചാപ്റ്റർ അഥവാ 11ാമത്തെ ചാപ്റ്ററിലെ ഭാഗങ്ങളാണ്. നമുക്കറിയാം, ഈ 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു 5 മാർക്കിൻ്റെയും ഒരു 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ അടക്കം 7 മാർക്കാണ് ഈ 11ാമത്തെ ചാപ്റ്ററിന് ഫൈനൽ എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ അതിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 2 കോളങ്ങളാണ് എക്സാമിന് തരിക. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോളത്തിൻ്റെ ഹെഡിങ് ഡെയിലി വേജും രണ്ടാമത്തെ കോളത്തിൻ്റെ നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കോളം ക്രിയേറ്റ് ചെയ്തൊരു ഡെയിലി വേജ്, ഈ കോളം തന്നെ ഇവിടെ എഴുതുക ഡെയിലി വേജ്. പിന്നെ അടുത്ത കോളത്തിന് സി എഫ് എന്ന് പേര് കൊടുക്കാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി ഇവിടെ സി എഫ് എന്ന് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ്സുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നിരിക്കുന്ന ക്ലാസ്സുകൾ 500 to 600. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് ഈ 600-ൽ താഴെ, ബിലോ 600. ഓക്കെ, ബിലോ 600, 600 താഴെ. ദെൻ ഇവിടെ ബിലോ 700, ഇവിടെ ബിലോ 800, ദെൻ ബിലോ 900, ബിലോ 1000. ഇനി അടുത്ത കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സി എഫ് ആണ്. സി എഫ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ കോൾ എടുക്കുക. ഈ നമ്പർ ഓഫ് വർക്കേഴ്സിലെ ഫസ്റ്റ് നമ്പർ 5 ഇതുപോലെ അവിടെ എഴുതിയിടാം. നെക്സ്റ്റ് നമ്പർ 7. അപ്പൊ ഇനി അവിടുത്തെ സി എഫ് അടുത്തത് കണ്ടുപിടിക്കാൻ ഈ 5ന്റെ കൂടെ 7 ആഡ് ചെയ്യണം. അപ്പോൾ 5 + 7 ഇവിടെ എഴുതേണ്ടത് 12. നെക്സ്റ്റ് ഈ 12ലേക്ക് ഇവിടെയുള്ള 10 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ആൻസർ 22. നെക്സ്റ്റ് ഇവിടെ 8 ആണ്. അപ്പൊ 22ലേക്ക് വീണ്ടും 18 ആഡ് ചെയ്യുക. അപ്പൊ 30 കിട്ടി. ലാസ്റ്റ് നമ്പർ 5. അപ്പൊ 30ലേക്ക് 5 ആഡ് ചെയ്യുക, 35. ഇതാണ് നിങ്ങൾ കോളമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സി എഫ് കോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സി എഫ് കോളത്തിലെ ലാസ്റ്റ് കിട്ടിയ നമ്പർ നോക്കുക, 35, 35 ആണ്. ആ 35 നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ഈ ടോട്ടലും ഈ കിട്ടിയ ലാസ്റ്റ് നമ്പറും സെയിം ആയിരിക്കും. അത് പെട്ടെന്ന് നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഇതിൻ്റെ ടോട്ടലായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ലാസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ലാസ്റ്റ് നമ്പർ 35 അല്ലേ, 35. ഈ 35 എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ് അല്ലേ, ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമുക്കറിയാം, ഒറ്റ സംഖ്യയാണെങ്കിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഒറ്റ സംഖ്യയാണെങ്കിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? n + 1/2 ഐറ്റം. അപ്പോൾ n ഇവിടെ നമുക്കറിയാം 35. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാതെ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം n 35 + 1 / 2. അപ്പൊ 35 + 1 36/2. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് 18th ഐറ്റം കിട്ടും. അപ്പൊ നമുക്ക് മീഡിയൻ ആയിട്ട് മധ്യമമായിട്ട് വരുന്നത് 18ാമത്തെ ആളുടെ വേജസ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ 18 വരുന്നത്, കറക്റ്റ് ശ്രദ്ധിക്കുക, 18 വരുന്നത് നമ്മൾ ഈ സി എഫ് കോളത്തിൽ 18 വരുന്നത് ഈ 12ന്റെയും 22ന്റെയും ഇടയിലാണ് 18 വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12ന്റെയും 22ന്റെയും ഇടയിൽ എന്ത് ചെയ്യണം? ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ കിട്ടിയ നമ്പർ നോക്കുക 18. ഈ 18 സി എഫിൽ എവിടെ വരുന്നു നോക്കുക. 18 വരുന്നത് 12ന്റെ ശേഷവും 22ന്റെ ഇടയിലായതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് 18ാമത്തെ ആളുടെ വേജസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ മുന്നേ നിങ്ങൾ ചില എക്സാമിന് അങ്ങനെ തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ മാർക്ക് ചെയ്ത മുകളിലത്തെ നമ്പർ നോക്കുക. 12 ആണല്ലേ മുകളിൽ വരുന്ന നമ്പർ 12. അതിന്റെ തൊട്ടടുത്ത ആളെ എക്സാമിന് എപ്പോഴും ചോദിക്കാം. ചോദിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ഉത്തരം നിങ്ങൾ ആദ്യം 18ന്റെ മുന്നേ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ മുകളിൽ മാർക്ക് ചെയ്ത നമ്പർ 12, അതിന്റെ തൊട്ടടുത്ത ആള് അപ്പൊ എത്ര? 13ാമത്തെ ആള്. ഇവിടെ എക്സാമിന് 20 ആണ് തന്നതെങ്കിൽ കിട്ടിയ നമ്പർ ഇവിടെ 20 ആണെങ്കിൽ നിങ്ങൾ 21ാമത്തെ ആളെ കണ്ടുപിടിക്കണം. 30 ആണെങ്കിൽ 31. ഈ മുകളിൽ മാർക്ക് ചെയ്തതിന്റെ തൊട്ടടുത്ത നമ്പറാണ് എക്സാമിന് ചോദിക്കുക. ചോദിച്ചിട്ടില്ലെങ്കിലും അയാളെ നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ മുകളിലത്തെ നമ്പർ 12, അതിന്റെ അടുത്ത ആളെ കാൽക്കുലേറ്റ് ചെയ്യണം, 13ാമത്തെ ആളെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആദ്യം ഇതിന്റെ ഈ x18 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ x13നെ കാൽക്കുലേറ്റ് ചെയ്യണം. x13നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇയാള് x12, അപ്പൊ ഇയാളെ x12 ആണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഒരു d/2നെ കൂട്ടണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? x13 കാൽക്കുലേറ്റ് ചെയ്യാൻ x12ന്റെ കൂടെ d/2 കൂട്ടണം. അപ്പൊ നമുക്കറിയാം x12 x12ന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. x12ന്റെ വാല്യൂ 700 ആണ് x12. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഡിയുടെ പകുതി, കോമൺ ഡിഫറൻസിന്റെ പകുതി നമുക്ക് അവിടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്.
പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത ക്ലാസ്സുകൾ നോക്കുക. ഇതിന്റെ ടേം ഡിഫറൻസ് എത്രയാണ്? 800 മൈനസ് 700. അപ്പൊ നമ്മൾ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം 800 മൈനസ് 700. അപ്പൊ 800 മൈനസ് 700 100 ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടുത്തെ പൊസിഷൻ എത്ര? 22 മൈനസ് 12. അപ്പൊ ഡിവൈഡഡ് ബൈ 10. 100 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു എത്ര? 10. അപ്പൊ ഡി വരുന്നത് 10 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഡി ബൈ 2. ഡി 10 10 ബൈ 2. അപ്പൊ നമുക്ക് ഉത്തരം 700 പ്ലസ് 10 ബൈ 2 5. അപ്പൊ ഫൈനൽ ഉത്തരം 705 കിട്ടി. അപ്പൊ നമുക്ക് 13ാമത്തെ ആളുടെ വാല്യൂ കിട്ടി എത്ര? ഇപ്പോൾ ഓൾറെഡി നമ്മൾ 13ാമത്തെ ആളുടെ വേജസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആദ്യം കണ്ട മീഡിയന്റെ 18ാമത്തെ ആളുടെ വേജസ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി ഫൈനലായിട്ട് കണ്ടുപിടിക്കേണ്ടത് x18 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ x18 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നേ നമ്മൾ x13 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇവിടെ നമുക്കറിയാം x13, നമുക്ക് അറിയുന്ന വാല്യൂ x13. ഓക്കെ, അപ്പൊ ഈ 13ൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്തണം? 18ലേക്ക് എത്തണം. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 13ാമത്തെ നമ്പർ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് കാണേണ്ടത് 18. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 13ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 18ലേക്ക് എത്തുക? എത്ര വരിക? 13ന്റെ കൂടെ എത്ര കൂട്ടണം? 5 കൂട്ടണം. അപ്പൊ നമുക്ക് 13ാമത്തെ വാല്യൂയിൽ നിന്ന് 18ാമത്തെ വാല്യൂയിലേക്ക് എത്താൻ നമുക്കറിയാം 5 ഡീനെ കൂട്ടിയാൽ മതി. അപ്പോ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച വാല്യൂ x13 നമുക്കറിയാം 705 ആണ് x13 വരുന്നത്. x13 705 പ്ലസ് 5 ഇൻറ്റു ഡി. ഡി ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 10 ആണ്. അപ്പൊ 5 ഇൻറ്റു 10. അപ്പൊ ഫൈനൽ ഉത്തരം 705 പ്ലസ് 5 ഇൻറ്റു 10 50. 705 പ്ലസ് 755. അപ്പൊ നമുക്ക് 18ാമത്തെ ആളുടെ മീഡിയൻ വരുന്നത് 755.